100 കിലോമീറ്ററിലധികം അകലെ നിന്ന് മനുഷ്യന്റെ മുഖം തിരിച്ചറിയാം. ചൈനയുടെ പുതിയ കണ്ടുപിടുത്തം ആശങ്കയാവുകയാണ്. ലേസർ ഇമേജിംഗ് സാങ്കേതികവിദ്യയുള്ള ഒരു ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുകയാണ് ചൈനയിലെ ശാസ്ത്രജ്ഞർ. മുൻനിര സ്പൈ ക്യാമറകളുമായും പരമ്പരാഗത ദൂരദർശിനികളുമായും താരതമ്യപ്പെടുത്തിയാൽ 100 മടങ്ങ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രകടന വർധനവാണിത് കാണാനാവുന്നത്. ഭൂമിയിലുള്ള കാര്യങ്ങൾ മുമ്പ് സാധിക്കാത്ത വിധത്തിൽ വിശദമായി നിരീക്ഷിക്കാൻ ചൈനയ്ക്ക് ഇനി സാധിക്കും. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ക്വിങ്ഹായ് തടാകത്തിന് കുറുകെ ഒരു പരീക്ഷണം നടത്തി. ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള ഒരുതരം ലേസർ റഡാറായ സിന്തറ്റിക് അപ്പർച്ചർ ലിഡാർ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അത്. മറ്റ് ബീം സ്കാനിംഗ് റഡാർ ഇമേജറി സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് മികച്ച റെസല്യൂഷൻ ചിത്രങ്ങൾ നൽകും. ഇതിനായി സിന്തറ്റിക് അപ്പർച്ചർ ലിഡാർ ഒരു വസ്തുവിന്റെ ചലനത്തെ ആശ്രയിക്കുന്നു. കൂടുതൽ തരംഗദൈർഘ്യമുള്ള മൈക്രോവേവ് വികിരണത്തെയാണ് മുൻ SAR സിസ്റ്റങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്. ഇതിനാൽ കുറഞ്ഞ റെസല്യൂഷൻ ചിത്രങ്ങളായിരുന്നു ഇതുവരെ ലഭിച്ചത്. ഈ പുതിയ സംവിധാനം ഒപ്റ്റിക്കൽ തരംഗദൈർഘ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. അവയ്ക്ക് മൈക്രോവേവുകളേക്കാൾ വളരെ കുറഞ്ഞ തരംഗദൈർഘ്യമാണുള്ളത്. അവ വ്യക്തമായ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. അതേസമയം സ്ഥിരമായ കാറ്റും മേഘക്കൂട്ടങ്ങളുമുള്ള തെളിഞ്ഞ കാലാവസ്ഥയിലും അന്തരീക്ഷ സാഹചര്യങ്ങളിലുമാണ് ഈ പരീക്ഷണം നടത്തിയത്. അതായത് പ്രതികൂല കാലാവസ്ഥയോ ദൃശ്യപരിധിയിലെ മറ്റു തകരാറുകളോ ഈ സിസ്റ്റത്തിന്റെ കൃത്യതയെ ബാധിച്ചേക്കാം. ഈ ഉപഗ്രഹ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന ആശങ്കയിലാണ് ലോകം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.